തിരുവനന്തപുരം ജില്ലയിലെ മരുതൻകുഴി എന്ന പ്രകൃതി സുന്ദരമായ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന പുണ്യപുരാതന ക്ഷേത്രമാണ് ശ്രീ ഉദിയന്നൂർ ദേവീക്ഷേത്രം. ശ്രീ ഉദിയന്നൂർ ദേവീക്ഷേത്രത്തിലെ ഈ വർഷത്തെ പൊങ്കാല മഹോത്സവത്തിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ആദിപരാശക്തിയുടെ വിഭിന്ന രൂപങ്ങളായ ശ്രീ ഭദ്രാദേവിയും ശ്രീ ദുർഗാദേവിയും ഭക്തി ചൈതന്യത്തോടെ ഉപസ്ഥിതരായിരിക്കുന്ന മരുതൻകുഴി ശ്രീ ഉദയന്നൂർ ദേവീക്ഷേത്രത്തിന് തെക്കൻ കേരളത്തിലെ ആരാധനാലയങ്ങളുടെ കൂട്ടത്തിൽ പ്രമുഖ സ്ഥാനമാണുള്ളത്. അന്നപൂർണയായും ഇഷ്ടവരദായിനിയായും സർവൈശ്വര്യപ്രദായിനിയായും വിളങ്ങുന്ന ശ്രീ ഉദയന്നൂരമ്മയുടെ ആലയം ഇന്ന് മഹാക്ഷേത്രങ്ങളുടെ പട്ടികയിലാണ് ഇടം പിടിച്ചിരിക്കുന്നത്. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ പൊരുളും കാലത്രയങ്ങളുടെ കാവലാളുമായ അമ്മ ആത്മീയ സമസ്യകൾക്ക് പൂരകവും സത്യാന്വേഷികൾക്ക് ഗുരുവുമായി പരിലസിക്കുന്നു. ആശ്രിത വത്സയായ ശ്രീ ഉദയന്നൂരമ്മയെ പെറ്റമ്മയ്ക്ക് സമമായാണ് ഭക്തർ കാണുന്നത്. അനന്തപുരിയുടെ ചരിത്രത്തിൽ പഴക്കം കൊണ്ടും ഉയർന്ന ചൈതന്യസ്ഥിതി കൊണ്ടും പ്രഥമ ഗണനീയയായ ആധ്യാത്മിക ക്ഷേത്രങ്ങളിലൊന്നാണ് നമ്മുടെ ക്ഷേത്രം. വന്ദേ മാതരമംബികാം ഭഗവതിം ഓം ശ്രീ മഹാദേവി നമഃ. ശ്രീ ഉദയന്നൂർ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ സമാപന ദിവസമായ ഇന്ന് ഒരു വിശേഷമായിട്ടുള്ള ദിവസമായി കണക്കാക്കി ഉദയന്നൂരമ്മയുടെ നാമധേയത്തിലുള്ള ഉദയന്നൂരമ്മ പുരസ്കാരവും ഒപ്പം ആറാട്ട് സദ്യ തുടങ്ങി ആനയൂട്ട്, ഗജപൂജ, ഒത്തിരി കാര്യങ്ങൾ, ആറാട്ട് ഒത്തിരി കാര്യങ്ങൾ നടക്കുന്ന ഒരു സുദിനമാണ് ഇന്ന്. പ്ലേസ് വകുപ്പ് മന്ത്രി ശ്രീ GR അനിൽ സാർ എത്തിയിട്ടുള്ളത്. ഞാൻ ക്ഷേത്രകൂടത്തിൻ്റെ പേരിൽ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുഖ്യ പ്രഭാഷണം നടത്താനും ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിൽ നിൽക്കുന്ന വ്യക്തിയുമായിട്ടുള്ള ശ്രീ VK പ്രശാന്ത് സാർ, നമ്മുടെ വട്ടിയൂർക്കാവ് MLA, സ്നേഹസമ്പന്നനായിട്ടുള്ള ശ്രീ പ്രശാന്ത് സാറിനെ ഈ സമ്മേളനത്തിലേക്ക് ക്ഷേത്രയോഗത്തിൻ്റെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശ്രീ KN ആനന്ദകുമാർ സാർ, ഇന്ന് നൂറുകണക്ക് സ്ഥാപനങ്ങളും പദ്ധതികളും എന്നിവിടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായിട്ട് വളർന്നു പന്തലിച്ചു വരുന്ന ഒരു പ്രസ്ഥാനമായിട്ട് സായി ഗ്രാമം മാറിക്കഴിഞ്ഞു. അങ്ങയെ ഈ സമ്മേളനത്തിലേക്കും ഉദയന്നൂരമ്മ പുരസ്കാരം സ്വീകരിക്കുന്നതിലേക്കും ഞാൻ ഹാർദവുമായിട്ട് ക്ഷേത്രയോഗത്തിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഉദയന്നൂരമ്മയുടെ ഉത്സവം സംബന്ധിച്ച് ഈ പ്രവർത്തനങ്ങളിൽ, കാരുണ്യ പ്രവർത്തനങ്ങളിലും നമ്മുടെ ക്ഷേത്ര പ്രവർത്തനങ്ങളിലും എല്ലാ കാര്യങ്ങൾക്കും സഹകരിച്ച എല്ലാ വ്യക്തികൾക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ പിൻവാങ്ങുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ GR അനിൽകുമാർ സാർ, നമ്മുടെ വട്ടിയൂർക്കാവ് MLA ശ്രീ VK പ്രശാന്ത് സാർ, ശ്രീ KN ആനന്ദ് കുമാർ സാർ, S വിജയകുമാർ സാർ, നമ്മുടെ സെക്രട്ടറി ശ്രീ B ശശിധരക്കുറുപ്പ്,
ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ കെ സതീഷ് ചന്ദ്രൻ നായർ, വേദിയിലുള്ള ഏറെ ബഹുമാനനും പ്രിയങ്കരനുമായ MLA ശ്രീ VK പ്രശാന്ത്, ഏറെ ബഹുമാനായ ശ്രീ KN ആനന്ദകുമാർ, നമുക്കേവർക്കും സ്വാഗതം പറഞ്ഞ ശ്രീ B ശശിധരക്കുറുപ്പ് സെക്രട്ടറി, വേദിയിലുള്ള ശ്രീ B സുരേന്ദ്രൻ, ശ്രീ J ജയപ്രകാശ്, ശ്രീ ഡോക്ടർ കലാധർ കമലാസനൻ, സ്നേഹിതരെ, ശ്രീ ഉദയന്നൂർ ദേവീ ക്ഷേത്രത്തിൻ്റെ 2023 പൊങ്കാല മഹോത്സവം കഴിഞ്ഞ 10 ദിവസമായി വളരെ അഭിമാനകരമായിട്ട് നടന്നു വരികയാണ്. ഈ പ്രദേശത്തെ ഭക്തജനങ്ങൾക്കും നാടിനുമെല്ലാം അഭിമാനിക്കാൻ കഴിയുന്ന തരത്തിലുള്ള നിരവധിയായിട്ടുള്ള ഇടപെടലുകളാണ് ഓരോ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഇവിടെ നടക്കാറുള്ളത്. ക്ഷേത്ര ആരാധനയും ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് അനുഷ്ഠാനങ്ങൾക്കും പുറമേ തന്നെ നന്മ നിറഞ്ഞ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടെ ക്ഷേത്ര ഭരണസമിതി ഓരോ വർഷവും ഇടപെടുന്നത്, ഞാനിവിടെ മന്ത്രി ആയതിനു ശേഷമല്ല, കോർപ്പറേഷൻ കൗൺസിലറായിരുന്ന നാളെ മുതൽ പല ഘട്ടങ്ങളിലും പല ഉത്സവ പരിപാടിയിലും നേരിട്ട് പങ്കെടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇവിടെ നേരത്തെ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ ക്ഷേത്രത്തിൻ്റെ ഉത്സവവുമായി ബന്ധപ്പെട്ടോ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടോ വിളിക്കുന്ന ഏത് പരിപാടി വളരെ സന്തോഷത്തോടു കൂടി അതിൽ പങ്കാളിയാകണം, അതിൽ പങ്കെടുക്കണമെന്നുള്ള ആഗ്രഹമാണ് എപ്പോഴും എന്നെ നയിക്കാറുള്ളത് എന്നുള്ളതാണ് സത്യം. ഓരോ പ്രദേശത്തും സന്തോഷത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും എല്ലാം അതെല്ലാം കൈമാറുന്ന, അതെല്ലാം പങ്കുവയ്ക്കുന്ന അന്തരീക്ഷമാണ് ഉത്സവ നാളുകളിൽ ഉത്സവവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലുണ്ടാകാറുള്ളത്. ആ പ്രദേശത്തിൻ്റെ ഉത്സവമായി ജാതിമത അതിർവരമ്പുകളെല്ലാം മറന്നുകൊണ്ട് ആ പ്രദേശങ്ങളുടെ ഒരു ദേശീയ ഉത്സവമായിട്ടാണ് മിക്കവാറും എല്ലാ ക്ഷേത്ര ഉത്സവങ്ങളും മാറാറുള്ളത്. ആ നിലയിൽ തന്നെയാണ് നമ്മുടെ സംഘാടകരും ഭക്തജനങ്ങളുമെല്ലാം അതിനോട് സഹകരിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ നാടിന് അഭിമാനിക്കാൻ കഴിയുന്ന ഒന്ന് എന്നുള്ള കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ നമ്മളിന്ന് ആദരവ് നൽകുന്ന അമ്മ പുരസ്കാരം നൽകുന്നത് ശ്രീ KN ആനന്ദകുമാറാണ്. വ്യക്തിപരമായി വർഷങ്ങളുടെ സൗഹൃദമാണ് അദ്ദേഹത്തോട്. എനിക്ക് വളരെ ആദരവുള്ളൊരു മനുഷ്യനാണ്. വലിയ സ്നേഹമാണ് എനിക്ക് അദ്ദേഹത്തോടുള്ളത്. കാരണം അത്ര കണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നേരിട്ടിടപെടുന്ന പലരും നമ്മുടെ നാട്ടിൽ പലരും അറയ്ക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ഒരു അടുക്കാൻ അറപ്പ് തോന്നുന്ന വളരെ 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 പ്രയാസകരമായിട്ടുള്ള സാഹചര്യത്തിൽ കടന്നു പോകുന്ന അവർക്ക് ഒരു പുതുജീവൻ കൊടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള പല ഇടപെടലുകളും എൻ്റെ ഓർമ്മയിൽ കടന്നു വരികയാണ്. ഞാൻ നഗരസഭയിലെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരിക്കുമ്പോഴാണ് അന്ന് നമ്മുടെ നഗരത്തിലെ തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന അവർക്കൊരു പുനരധിവാസ പദ്ധതി അന്നത്തെ മേയർ ശ്രീ ജയൻ ബാബുവിൻ്റെ നേതൃത്വത്തിലാണ് ആലോചിച്ചത്. ആ പുനരധിവാസ പദ്ധതി കൊത്തളത്ത് നമ്മൾ അതിനുവേണ്ടി പരിപാടികൾ തയ്യാറാക്കുമ്പോൾ അത് പരിപാലിച്ച് അത് നല്ല നിലയിൽ നടത്തി ഒരാക്ഷേപവുമില്ലാതെ മാതൃകയായി നടത്തി പോകുന്ന ഒരു പ്രസ്ഥാനം കൂടെ അതിനോടൊപ്പം ഉണ്ടെങ്കിൽ മാത്രമേ നഗരസഭ എത്ര മേന്മയുള്ള പരിപാടി കൊണ്ടുവന്നാലും നടത്തിക്കൊണ്ടു പോകാൻ കഴിയൂ എന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. അന്ന് ഞങ്ങൾ ആലോചിച്ചപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ വന്ന ആദ്യത്തെ പേരാണ് ശ്രീ ആനന്ദകുമാറിൻ്റേത്. അദ്ദേഹം സത്യസായിബാബ ട്രസ്റ്റിൻ്റെ മാതൃകാപരമായ നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്നത് കൊണ്ട് തന്നെ ആ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട ആ സമിതിയെയാണ് ഞങ്ങൾ അത് നടത്താൻ വേണ്ടി ഏൽപ്പിച്ചത്. അതുകൊണ്ട് തന്നെ വളരെ ഭംഗിയായി നഗരത്തിൽ ആ പ്രവർത്തനങ്ങൾ ഒരു മാതൃകയുള്ള പ്രവർത്തനമാക്കി നമുക്ക് നടത്തിയെടുക്കാൻ
കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ നിലയിൽ ഒരു പുരസ്കാരം നൽകാൻ തീരുമാനമെടുത്ത ട്രസ്റ്റിൻ്റെ ഭാരവാഹികളെ ഞാൻ വളരെ സന്തോഷത്തോടു കൂടി അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ അത് നൽകാൻ, അത് ഏറ്റുവാങ്ങാൻ അർഹതയുള്ള കരങ്ങളിൽ തന്നെ എത്തുന്നത് കൊണ്ട് അതിന് ശ്രീ ആനന്ദകുമാറിനെ ഞാൻ വളരെ സന്തോഷത്തോടുകൂടി ആശംസയും അഭിനന്ദനവും രേഖപ്പെടുത്താൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അതിന് തീരുമാനമെടുത്ത് നേതൃത്വം നൽകുന്ന ഈ ട്രസ്റ്റിനെ അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. എല്ലാവർക്കും ഉത്സവ ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ഇതിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിലും പങ്കെടുക്കാനുള്ളൊരവസരം എനിക്ക് ലഭിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ ക്ഷേത്ര കമ്മിറ്റി വളരെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വാഗത പ്രസംഗത്തിൽ അദ്ദേഹം അത് ചൂണ്ടിക്കാണിച്ചു. ചില പോരായ്മകളൊക്കെ ഉണ്ടാകാം. ഇത്രയും അധികം ദിവസം നീണ്ടു നിൽക്കുന്ന, നൂറുകണക്കിന് ജനങ്ങൾ പങ്കെടുക്കുന്ന നിരവധി പരിപാടികൾ കൊണ്ട് സമ്പന്നമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട് നടത്തുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ തൊട്ടടുത്ത് തന്നെ സദ്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുകയാണ്. അപ്പോൾ ഇതിലൊക്കെ തന്നെ ആയിരക്കണക്കിന് ജനങ്ങൾ പങ്കെടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഏകോപിപ്പിച്ച് നടത്തിക്കൊണ്ടുപോകാൻ ഈ കമ്മിറ്റി കൃത്യമായി ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് അങ്ങേയറ്റം അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ്. അതിന് ഇവിടുത്തെ ഭക്തജനങ്ങളുടെ പേരിൽ ഞാൻ പ്രത്യേകമായിട്ട് ആ കമ്മിറ്റിയെ അഭിനന്ദിക്കുന്നു. നേരത്തെ മിനിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ ഫൗണ്ടേഷൻ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. നേരത്തെ വീട് വെച്ചു കൊടുക്കുന്ന കാര്യത്തിൽ, ചികിത്സാ ധനസഹായം നൽകുന്ന കാര്യത്തിലൊക്കെ തന്നെ മാതൃകാപരമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഗവൺമെൻറ്റിനും വലിയൊരു പിന്തുണയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാരിൻ്റെ ഒരു ആനുകൂല്യം കിട്ടണമെങ്കിൽ രേഖകളുടെ പിൻബലം വേണം. നമ്മുടെ ഒരു പ്രശ്നം അതാണ്. പലപ്പോഴും പല ഫൗണ്ടേഷനുകളുടെ വേദിയിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. സർക്കാരിൻ്റെ സഹായം എത്തിച്ചേരാത്ത ഒരുപാട് ഇടങ്ങളുണ്ട്. അവർക്കത് കിട്ടാത്തതിൻ്റെ കാരണം ഇതാണ്. അവർക്ക് റേഷൻ കാർഡ് ഉണ്ടാവില്ല, ID കാർഡ് ഉണ്ടാവില്ല, ആധാർ കാർഡ് ഉണ്ടാവില്ല. ഇതൊക്കെ ഉണ്ടെങ്കിലേ സർക്കാരിൻ്റെ സഹായം കിട്ടും. അപ്പോൾ അത്തരം ആളുകളെ പ്രത്യേകമായി തിരഞ്ഞെടുത്ത് ആനുകൂല്യങ്ങൾ കൊടുത്താൽ ആ ഗ്യാപ്പ് കൂടി ഫില്ല് ചെയ്യപ്പെടുകയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, മഞ്ചൂരിൽ പണ്ട് ഉപ്പടാമൂട് പാലത്തിൻ്റെ അവിടെ റെയിൽവേ ലൈനിൻ്റെ താഴെ താമസിക്കുന്ന ഒരു കുടുംബം മണ്ണുവാരി തിന്നു എന്നൊക്കെ പറഞ്ഞൊരു വാർത്ത പ്രചരിക്കുകയുണ്ടായി. അവർ പത്രക്കാർ ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞതാണ്, ആക്ച്വൽ അങ്ങനെ നടന്നതല്ല. അവരുടെ ദാരിദ്ര്യത്തിൻ്റെ ഒരു ആഴം വ്യക്തമാക്കാൻ വേണ്ടി സൂചിപ്പിച്ചതാണ്. പരിശോധിക്കുമ്പോൾ കാണുന്നത് എന്താ? അവർക്ക് റേഷൻ കാർഡും മറ്റ് രേഖകളില്ല. ഗവൺമെൻറ് ഇപ്പോൾ ഈ കാര്യം നന്നായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ ദരിദ്രനായി ജീവിക്കുന്നത്? ബഹുമാനപ്പെട്ട മന്ത്രിയുടെ വകുപ്പ് ആ കാര്യത്തിൽ വളരെ മാതൃകാപരമായി ഇടപെട്ടുകൊണ്ട് കേരളത്തിലെ അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട മുഴുവൻ ആളുകളെയും കൃത്യമായി കണ്ടെത്തി അവർക്കുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുകയാണ്. അതിൻ്റെ ആദ്യപടിയായി ഏതാണ്ട് 5900 ആളുകൾക്ക് ആദ്യം റേഷൻ കാർഡ് കൊടുക്കുകയാണ്. അതുണ്ടെങ്കിൽ അത്യാവശ്യം അരിയെങ്കിലും അല്ലേ, സമ്പൂർണ്ണമായി മുഴുവൻ ആളുകൾക്കും കൊടുക്കുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ ഫൗണ്ടേഷനുകൾ കൂടി ഇടപെടുകയാണെങ്കിൽ അത് കേരളത്തിലെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് കൊടുക്കുന്ന വലിയൊരു കൈത്താങ്ങ് കൂടിയായിരിക്കും എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഒരു കാര്യം, പുരസ്കാര ജേതാവായിട്ടുള്ള ശ്രീ ആനന്ദകുമാർ, അദ്ദേഹത്തെ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് മാതൃകയായി മാറട്ടെ എന്നുകൂടി സൂചിപ്പിക്കുന്നു. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ശ്രീ ഉദയനൂരമ്മ പുരസ്കാരം ശ്രീ സത്യസായി ഓർഫണേജ് ട്രസ്റ്റ് കേരള ഫൗണ്ടർ ആൻഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ KN ആനന്ദ് കുമാർ ഏറ്റുവാങ്ങി. സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം ബഹുമാനപ്പെട്ട MLA ശ്രീ VK പ്രശാന്ത് നിർവഹിച്ചു. സമ്മേളന ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും ബഹുമാനപ്പെട്ട ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ GR അനിൽ നിർവഹിച്ചു. ഓരോ ഭക്തനും പൂർവകൽപ്പിതങ്ങളായ ക്ഷേത്രാചാരങ്ങളിലും പൂജകളിലും മേടപുണർത്തം നാളിലെ പ്രസാദമൂട്ടായ അന്നദാനം, ഉത്സവദിനത്തിലെ സായന അന്നദാനം,
തിരു ആറാട്ട് സദ്യ എന്നിവയിൽ സജീവ സാന്നിധ്യം അറിയിച്ച് നിരവധി ഭക്തജനങ്ങളാണ് ഉത്സവ മഹോത്സവത്തിൽ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. ഇന്നൊരു പുണ്യ ദിവസം ഇങ്ങനൊരു ഉപഹാരം ഏറ്റുവാങ്ങിയതിൽ, ഇതിൻ്റെ ഏറ്റുവാങ്ങുന്നതിലും അതിനുവേണ്ടി എന്നെ തിരഞ്ഞെടുത്തതിലും ഈ കമ്മിറ്റിയോടുള്ള സ്നേഹവും കൃതജ്ഞതയും ആദ്യമായി അർപ്പിക്കുന്നു. ക്ഷേത്രങ്ങളെല്ലാം ഈ കാലഘട്ടത്തിൽ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലോട്ട് കടന്നു വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. പക്ഷേ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലുള്ള ചില കാഴ്ചകൾ ഞങ്ങൾക്ക് കാണുവാൻ ഇടയായി. 2023 മെയ് 1 തിങ്കളാഴ്ച രാവിലെ 9:30 സാംസ്കാരിക സമ്മേളനം, ശ്രീ ഉദയന്നൂരമ്മ പുരസ്കാര സമർപ്പണം, ചികിത്സാ സഹായ വിതരണവും നടന്നത്. ക്ഷേത്രത്തിൻ്റെ വകയായിട്ട് അവർക്ക് 15,001 രൂപ സംഭാവനയായിട്ട്, ക്ഷേത്ര സംഭാവനയായിട്ട് നൽകുകയാണ്. അത് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഗജസഭാ സംഘം പ്രവർത്തകരെ ഇവിടേക്ക് എത്തണം. ഉത്സവത്തിൻ്റെ സമാപന ദിവസമായ ഇന്ന് ആറാട്ടോടുകൂടി കൊടിയിറങ്ങി ഉത്സവം അവസാനിപ്പിക്കുകയാണ്. ഈ 10 ദിവസവും എല്ലാ കാര്യങ്ങളിലും സഹകരിച്ച മുഴുവൻ ഉദയന്നൂർ ദേവഭക്തർക്കും ക്ഷേത്രത്തിൻ്റെ പേരിലും ഉത്സവ കമ്മിറ്റിയുടെ പേരിലും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീ ഉദയന്നൂർ എന്ന അഭയം. മരുതൻകുഴി ശ്രീ ഉദയന്നൂരമ്മയ്ക്ക് ഞങ്ങളുടെ അനന്തകോടി പ്രണാമം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.